ഞാൻ ഇന്ന് ഒരു പരീക്ഷണാർത്ഥം 2 കപ്പയുടെ പീസ് എടുത്ത് കഴിച്ചതാണ്. നമ്മുടെ ഒരു കൂട്ടുകാരൻ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ പന്നിയും കപ്പയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചു. കപ്പ കഴിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. 6 പാക്കുള്ള എൻ്റെ വയറ് ഇങ്ങനെ ഇരിക്കും. വലിയ കുഴപ്പമില്ല, പക്ഷെ ഇതിനേക്കാളും ഡീസൻ്റാണ് എൻ്റെ വയറ്. 6 പാക്ക് ഇല്ലെങ്കിലും എൻ്റെ വയറ് ഇങ്ങനെയല്ല, ഈ വയറ് ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ? അപ്പോൾ ഇതെന്താണെന്ന് ഞാനിപ്പോൾ പറയാം കേട്ടോ. ഈ വയറിങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവുക, എന്താ ഞാൻ പച്ചക്കറി കഴിക്കാത്ത, അല്ലെങ്കിൽ ഫൈബർ റിച്ച് ഫുഡ് എന്തുകൊണ്ടാണ് കഴിക്കാത്തതെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ആ വീഡിയോൻ്റെ അടിയിൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സംശയം, എന്തുകൊണ്ട് പച്ചക്കറി കഴിക്കുന്നില്ല, പച്ചക്കറി കഴിക്കാതെ ഇറച്ചി കഴിച്ചുകൊണ്ടിരിക്കുന്നത് സ്യൂഡോ സയൻസ് അല്ലേ എന്നുള്ള ഒരു സംശയം എല്ലാവർക്കും നിലനിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മറ്റേ മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. റെഡി ബൂം പാ. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒരു വാർണിംഗ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ന്യൂട്രീഷൻ അഡ്വൈസ് അല്ല. അതായത് ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട. ഇത് പറയാനായിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ള അതോറിറ്റി ഇല്ല, ലൈസൻസും ഇല്ല. ഞാനൊരു ഡോക്ടർ അല്ല, ന്യൂട്രീഷനിസ്റ്റ് അല്ല, ഒന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു അനക്ഡോക്ടൽ എവിഡൻസ് ആണ്. അതായത് ഈ വീഡിയോയിൽ കുറച്ച് വ്യക്തി അനുഭവങ്ങളാണ് പറയണേ. സയൻസിൽ വ്യക്തി അനുഭവത്തിന് വലിയ പ്രാധാന്യമില്ല, പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ വ്യക്തി അനുഭവങ്ങൾ എടുക്കൂട്ടാ. നമ്മൾ പല സർവേകളും പഠനങ്ങളൊക്കെ വ്യക്തികളോട് ചോദിച്ചിട്ടാണ് ചെയ്യാറ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പാർട്ട് 2 ഉണ്ട്. കാരണം ഇതൊരു വലിയ വീഡിയോ ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയത് കൊണ്ട് പാർട്ട് 2ൽ നമുക്ക് ഈ ഭാഗങ്ങളിൽ സ്റ്റഡീസും പബ്മെഡിൻ്റെ ഒക്കെ സ്റ്റഡീസൊക്കെ വെച്ചിട്ട് അതിൽ ഡിസ്കസ് ചെയ്യാം. ഇത് പൂർണ്ണമായിട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി അനുഭവമാണ്. സോ യു ഡോണ്ട് ടേക്ക് ഇറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഡോക്ടർ പറയുന്നത് പോലെ ഫോളോ ചെയ്യാം പ്ലീസ്. ഓക്കെ, ഇത് ഒരു അഡ്വൈസ് അല്ല. നിങ്ങളുടെ മരുന്ന് മാറ്റാനോ അല്ലാച്ചെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പുഷ്ടിപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ തടി കുറയാനായിട്ട് എൻ്റെ ഈ വീഡിയോനെ നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, ഞാൻ എന്തുകൊണ്ടാണ് പച്ചക്കറി കഴിക്കാത്തത്, ഫൈബർ കഴിക്കാത്തത്? ഉത്തരം വളരെ ലളിതമാണ്. എനിക്ക് പച്ചക്കറി ദഹിക്കില്ല. എന്താല്ലേ, പച്ചക്കറി ദഹിക്കാത്ത മനുഷ്യനോ അല്ലേ? നമ്മൾ ചെറുപ്പത്തിൽ പയറ്, കടല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് വളി വിടും, ഇല്ലെങ്കിൽ ആമ്പക്കം വിടും. ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ വേദന എടുത്ത് നടക്കും. ഇന്ന് പരിപ്പ് പായസ കഴിച്ചെന്നൊക്കെ പറയും. നമ്മുടെ വിചാരം ഇത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് അല്ലേ? എന്നിട്ട് ജലുസിലിൻ്റെ ഗുളിക മേടിക്കാൻ ഓടും. മെഡിക്കൽ ഷോപ്പിൽ ഏറ്റവും കച്ചവടമുള്ള ഒരു മരുന്നായിരിക്കും ജലുസിൽ. ഗ്യാസാന്ന് പറയും. അയ്മോദകം കരച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട്. ഒരു ദിവസം നിങ്ങൾ എത്ര തവണ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായി, എനിക്ക് ബർപ്പിംഗ് ആണ്, ഫാട്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെ കാണില്ല. ഇവിടെ റെക്കമെൻഡഡ് ഫൈബർ ഇൻടേക്ക് ഫോർ എ പേഴ്സൺ ഇൻ എ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ഗ്രാമാണ്. 1 ഗ്രാം ഫൈബറിൻ്റെ വയറ്റിലേക്ക് തിരികെ കയറ്റാൻ പറ്റില്ല. അപ്പോഴേക്കും ഇതിൻ്റെ ഇടപാട് തീരും. എനിക്ക് എങ്ങനെയാണ് നിങ്ങൾ ഫൈബർ കഴിക്കാൻ പറഞ്ഞിട്ടൊരു ഡയറ്റ് പറയണത്? എങ്ങനെയാണ്? പറ്റില്ല. കപ്പ എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം. അപ്പം കഴിച്ചിട്ട് കണ്ടില്ലേ? കപ്പ കഴിച്ചു കഴിഞ്ഞാൽ എന്താണ്? കപ്പയിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ട്, ഫൈബർ കണ്ടന്റ് ഉണ്ട്. റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്താണ് ഉണ്ടാവണേ? എൻ്റെ ബോഡിക്ക് കുക്ക് ചെയ്താൽ പോലും ദഹിപ്പിക്കാൻ പറ്റില്ല. വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ആരതിൻ്റെ മുകളിൽ പണിയണേ? പശുവിൻ്റെ കഥ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോളൻ്റെ അകത്തുള്ള ബാക്ടീരിയ വേണം ഇതിൻ്റെ മുകളിൽ കയറാൻ. എൻ്റെ വയറ്റിൽ ആ ബാക്ടീരിയ അത്ര സുഖകരമായിട്ടല്ല പ്രവർത്തിക്കണമെന്ന് മാത്രമല്ല, എൻ്റെ ഗട്ട് മൈക്രോബയോഷ എത്ര സ്ലോലി ഇൻജസ്റ്റ് ചെയ്താലും എങ്ങനെ ഇൻജസ്റ്റ് ചെയ്താലും ഇവന് എടുക്കൂലവനെ. അപ്പം എന്താ ഞാൻ ചെയ്യുക? സ്വീറ്റ് പൊട്ടേറ്റോ ഞാനൊക്കെ അതിശയിച്ചിട്ടുണ്ട്. ചക്കരക്കിഴങ്ങ് കഴിച്ചിട്ടാണോ ഇങ്ങനെ പ്രശ്നം ഉണ്ടായെന്ന്. പണ്ട് ഇതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നേ. അന്ന് നമ്മൾക്കിത് ഉണ്ടായപ്പോൾ നമ്മൾ വിചാരിച്ചത് ഗ്യാസ് ഇങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. നോ, ഗ്യാസ് ഇങ്ങനെ ഉണ്ടാവില്ല അല്ലേ? നിങ്ങൾ എത്ര ആൾക്കാർക്ക് ഗ്യാസ് ഉണ്ടാവും? ആരെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലോ ഏതെങ്കിലും ഡോക്ടർമാർ വന്നിട്ട് പറയേണ്ട ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന് പറയാറുണ്ടോ? ഇല്ല. എനിക്കൊരു ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിഞ്ഞ വീട്ടിൽ ബെറീസ് കഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഞാൻ കഴിക്കണമെന്നേ ഉള്ളൂ. ഇരിക്കാൻ മധുരം ഇഷ്ടമായോണ്ടാ. പിന്നെ കുറച്ച് വൈറ്റമിൻ സി കിട്ടുമെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ള ഒരു സ്പൂൺ ബെറി കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ കോംപ്രമൈസ് ചെയ്യുക, കുറച്ച് ബ്ലോട്ട് ആവുമെന്ന് എനിക്കറിയാം. ഞാൻ ഒരു ലേശം കഴിക്കും. ഓറഞ്ച് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് തൊടാൻ പറ്റില്ല. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലെ ഒരു പച്ചക്കറിയും കഴിക്കാൻ പറ്റില്ല.
ബ്രോക്കോളി ബ്രസൽസ് സ്പ്രൗട്ട് ഒന്നും വായലിടാൻ പറ്റില്ല. എന്നിട്ട് ഇവർ പറയണത് എന്താ വെച്ചാൽ കുറേശ്ശെ കഴിച്ചാൽ മതി. പറ്റില്ലേ? പറ്റാത്ത നമ്മൾ എന്താ ചെയ്യുക? അതാ ഞാൻ കഴിക്കാത്തത്. എത്ര ആൾക്കാർ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്? ഇതുപോലെ പറ്റാത്തൊരു സാധനമാണ് പാലിൽ നിന്ന് തുടങ്ങാം. ഞാൻ അവിടേക്ക് എത്താം. എനിക്കൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങളാണ്. കപ്പയും നല്ല ബോട്ടിയൊക്കെ ഇങ്ങനെ ഉരുട്ടി മരട്ടി പടയ്ക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അപ്പോഴേക്കും ചില ആളുകൾ വിചാരിച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഇറച്ചി എപ്പോഴും കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഞാനൊരു കാർണിവോർ ഡയറ്റിലുള്ള ഒരാളാണ്, ഇറച്ചി തീറ്റക്കാരൻ മാത്രമാണ് എന്നാണ് ചിലർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെ അവർ കരുതി അത് അസ്യൂം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ കണ്ട പുള്ളി അടക്കമുള്ള ആളുകളൊക്കെ ചിന്തിച്ചിട്ടുള്ളത് ഞാൻ ഇതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമൻ്റ് എല്ലാം വന്നിട്ടുള്ളൂ. ഒന്നുമില്ല, എനിക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കമൻറ്റ് എന്താണെന്ന് നോക്കാം. സോ പുള്ളി ഒരു ഡോക്ടറാണെന്ന് തോന്നുന്നു. കാരണം തുടർന്നുള്ള പുള്ളിയുടെ റിപ്ലൈകളിൽ ഒരു ഡോക്ടർ മെൻഷനിങ് വരുന്നുണ്ട്. യു ക്ലിയർലി ഹാവ് നോ ക്ലൂ അബൌട്ട് ബേസിക് ന്യൂട്രീഷൻ. എനിക്ക് ബേസിക് ന്യൂട്രീഷനെ കുറിച്ച് വലിയ അറിവില്ല എന്നാണ് പുള്ളി പറയുന്നത്. വളരെ ശരിയാണ്. എനിക്ക് ബേസിക് ന്യൂട്രീഷനെ കുറിച്ച് അറിവില്ല. ആരുടെ? പബ്ലിക്കിൻ്റെ ബേസിക് ന്യൂട്രീഷനെ കുറിച്ചാണോ അതോ എൻ്റെ ന്യൂട്രീഷനെ കുറിച്ചാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ ന്യൂട്രീഷനെ കുറിച്ച് എനിക്ക് അത്യാവശ്യം ധാരണയുണ്ട്. അതുമാത്രമല്ല, ഇതൊരു റേഷ്യൽ കമൻ്റ് ആണെന്നാണ് എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. അല്ലേ? ഒരു സ്പീഷീസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയാണ് നിനക്ക് എന്താണ് കഴിക്കേണ്ടതെന്ന് നിനക്കറിയില്ല എന്ന്. മനസ്സിലായ? അതായത് ഒരു പശുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പശുവിനോട് പറയുകയാണേ, പശു നിനക്കറിയില്ല എന്താ തിന്നണ്ടേന്ന്. കുറുക്കൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, കുറുക്ക നിനക്കറിയില്ല എന്താ തിന്നണ്ടേന്ന്. ഒരു സ്പീഷീസിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ് നിനക്ക് എന്താ തിന്നണ്ടേന്ന് അറിയില്ല എന്ന്. എന്തൊരു അവസ്ഥയാന്ന് നോക്കി നോക്കിയേ. ലോകത്തിലുള്ള എല്ലാ സ്പീഷീസിനും അറിയാം അവർക്ക് എന്താ തിന്നേണ്ടതെന്ന് എക്സെപ്റ്റ് ഹ്യൂമൻസ്. നമ്മൾ ഇവിടെ കിടന്ന് തലകുത്തി മറിയാണ് നമ്മുടെ ഫുഡ് എന്താണെന്ന് അറിയാണ്ട്. എന്തൊരു അവസ്ഥയാന്ന് നോക്കിയേ. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു നാണക്കേടുണ്ടോ? ഒരു സ്പീഷീസിന് അറിയില്ല അതിനെന്താ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താ കഴിക്കേണ്ടതെന്ന്. അപ്പോൾ ബേസിക് ന്യൂട്രീഷനെ കുറിച്ച് എനിക്കറിവില്ല. എനിക്കറിവുണ്ട് ഇന്ത്യൻ ന്യൂട്രീഷനെ കുറിച്ച്, പക്ഷേ പബ്ലിക്കിൻ്റെ ന്യൂട്രീഷനെ കുറിച്ച് എനിക്കറിയില്ല. കാരണം അവർക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ കംപ്ലീറ്റ് ന്യൂട്രീഷനെ കുറിച്ച് സയൻസിനെ അറിയാമെന്ന് സയൻസിന് അവകാശവാദം ഇല്ല കേട്ടോ. അതും വേണം ശ്രദ്ധിക്കാൻ. സയൻസിന് അങ്ങനെ ഒരു അവകാശവാദവും ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങളും ഞങ്ങൾക്കറിയാമെന്ന് സയൻസിനില്ല. വ്യക്തികൾക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ആൻഡ് സെർട്ടൈൻ ചില ആളുകൾക്ക് ഉണ്ടായിരിക്കും. സോ എനിക്ക് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ധാരണയൊന്നും ആർക്കും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ബട്ട് എൻ്റെ അല്ലെച്ചെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് കഴിക്കേണ്ട സംഭവത്തിനെ കുറിച്ച് നമുക്ക് ചെറിയൊരു ധാരണയുണ്ട്. പക്ഷേ അഗെയിൻ റിമെമ്പർ, ന്യൂട്രീഷനെ കുറിച്ചിട്ട് മനുഷ്യനെ അറിയില്ല എന്ന് പറയുന്നത് തന്നെ അത്ര ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒരു സ്പീഷീസിന് ആ സ്പീഷീസ് കഴിക്കേണ്ടത് അറിയേണ്ട ഉത്തരവാദിത്വം ഉണ്ട്. അവരത് ഫിഗർ ഔട്ട് ചെയ്യുന്നിട്ടില്ല വെച്ചെങ്കിൽ അതിൽ ഒരു ഇൻവേഡർ എന്തോ പ്രശ്നം ആരോ കൈയിട്ട് കുത്തി അളക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ നിർത്താം. ഇറ്റ്സ് യുവർ ചോയ്സ് ആസ് എ ഗ്രോൺ അപ്പ് അഡൾട്ട് ഇഫ് യു വാണ്ട് ടു സ്റ്റിക്ക് to pseudoscience nutrition, but it's a crime to impose these nonsense on your kids എന്നുള്ളതാണ്. അതായത് കപട ശാസ്ത്രം ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നിൻ്റെ ഇഷ്ടമാണ്, പക്ഷെ നീ നിൻ്റെ കുഞ്ഞിനെ ഇത് ഇമ്പോസ് ചെയ്യരുതെന്നാണ്. ഇതിൽ ഞാൻ എന്ത് കപടശാസ്ത്രം പറഞ്ഞു എന്നാണ് പറയണേ? ഞാനിവിടെ ഒരു കപടശാസ്ത്രവും പറഞ്ഞിട്ടില്ല. ഞാൻ എന്താ കാണിച്ച്? ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഞാൻ നിങ്ങളുടെ മേലെ ആരുടെ മേലിലേക്കും ഈ ഭക്ഷണം കഴിക്കണമെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് പുള്ളിയും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ലാച്ചെങ്കിൽ ഇത് ചിന്തിച്ചിട്ടുള്ള ആളുകളൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളിനെ നമ്മളിവിടെ കോട്ട് ചെയ്യണമെന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സംശയം എല്ലാവർക്കും ഉണ്ട്, ഇതൊരു സ്യൂഡോ സയൻസ് ആണെന്ന്. ഇല്ല. സയൻസ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ഒരു ദിവസം, പ്രത്യേകിച്ച് വയസ്സായ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ സർക്കോപ്പീനിയ, നമ്മുടെ മസിലൊക്കെ ഡിറ്റീരിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് അധികം പ്രോട്ടീൻ കഴിക്കണം. ആ പ്രോട്ടീൻ പച്ചക്കറിയിൽ നിന്നാവാം, അനിമലിൽ നിന്നാവാം. നമുക്ക് എല്ലാവർക്കും അറിയാം അനിമൽ പ്രോട്ടീൻ എന്താ പറയുക മച്ച് ബയോ അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിക്കുന്നു. പച്ചക്കറി എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ പക്ഷേ കാപ്സ് കഴിക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആ വീഡിയോ തന്നെ ഞാൻ ബെറീസ് കഴിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഭക്ഷണമാണ് കഴിക്കാണ്ടിരുന്നത്. അപ്പോൾ അതിലൊരു സ്യൂഡോ സയൻസ് ഉണ്ട് എന്നുള്ളത് ഞാൻ ബിലീവ് ചെയ്യുന്നില്ല. മൂന്നാമത്തെ പോയിന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നോ വൺ ഷുഡ് ഫോഴ്സ് ദെയർ ബിലീഫ് ഓൺ കിഡ്സ്. ദേ ഷുഡ് ബി ഗിവൺ ചോയ്സസ് ബേസ്ഡ് ഓൺ പ്രോപ്പർ സയന്റിഫിക് എവിഡൻസ് ആൻഡ് വാട്ട് സ്യൂട്ട്സ് ദെം. അതർ റേഷ്യൽ കമൻറ്റ്, അതർ ഇൻ്റർപ്രിട്ടേഷൻ വേണമെങ്കിൽ പറയാം. എനിക്ക് അങ്ങനെ വളച്ചൊടിക്കാൻ പറ്റിയൊരു സാധനം അതിനകത്തുണ്ട്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ കുറച്ച് ആളുകൾക്ക് ഡൗട്ട് തോന്നിയത്, ഞാൻ ആ പ്രിങ്ങൂന് ലിവർ കൊടുക്കണ ഒരു പോർഷൻ ഉണ്ട്. അപ്പോൾ ലിവർ ഫോഴ്സ് ചെയ്തിട്ട് കുഞ്ഞിന് കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ചിന്തിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ അതിലേക്ക് എത്താം. നിങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിന് ഫുഡ് കൊടുക്കരുതെന്ന് ഇത് ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് പുള്ളി കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. റിലീജിയസ്റ്റിക് ബിലീഫിൻ്റെ പുറത്ത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ, അല്ലെങ്കിൽ മറ്റു ഒരുപാട് കൺട്രീസ് അല്ലേ.
ഗുജറാത്തിൽ പച്ചക്കറി മാത്രമേ കൊടുക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സെർട്ടൈൻ റിലീജിയൻസ് നെവർ ഗിവ് എനി മീറ്റ് പ്രോഡക്ട്സ് ടു ദെയർ കിഡ്സ്. ശരിയല്ലേ? അവരുടെ ബിലീഫിനനുസരിച്ചിട്ടല്ലേ, മതവിശ്വാസത്തിൻ്റെ പുറത്താണ് ഇവിടെ മീറ്റ് നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് അല്ലേ? ഇനി ഒരു സെർട്ടൈൻ വിഭാഗം പന്നി കൊടുക്കില്ല, ഇനി കുറച്ച് ആൾക്കാർ ബീഫ് കൊടുക്കില്ല, ഇനി കുറച്ച് ആൾക്കാർ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവേണ്ടത് കൊടുക്കില്ല. ഇതെല്ലാം ബിലീഫിനാണ്. നമ്മുടെ ബിലീഫിനനുസരിച്ചിട്ട് നമ്മുടെ കുഞ്ഞിനെ വളർത്താൻ ഇന്ന് എല്ലാ രാജ്യത്തും ലോ നിലനിൽക്കുന്നുണ്ട്. എക്സെപ്റ്റ് സം സെർട്ടൈൻ കൺട്രീസിൽ അവരുടെ റിലീജിയൻ അനുസരിച്ചിട്ടേ ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു നിയമം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പറയാണ് നിങ്ങളുടെ കുഞ്ഞിന് ബിലീഫിനനുസരിച്ചിട്ട് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് അൺസയൻറ്റിഫിക് വേ ഓഫ് അപ്രോച്ചാണ്. യെറ്റ് യു ആർ ക്ലെയിമിങ് ഐ ആം സ്യൂഡോ സയൻറ്റിസ്റ്റ്. Can you see the irony there? ഇവിടെ എന്താണ് സംഭവിച്ചത്? പ്രിങ്ങോന് ഞാൻ ലിവർ കൊടുക്കുന്നു. എനിക്കും ലിവർ കഴിക്കാൻ ഇഷ്ടമല്ല, ഗോൾഡയ്ക്കും ലിവർ കഴിക്കാൻ ഇഷ്ടമല്ല. ലിവർ ഈസ് എ ന്യൂട്രീഷ്യസ് ഫുഡ്. വാട്ട്സ് റോങ്? ഇറ്റ് ഈസ് എ ന്യൂട്രീഷ്യസ് ഫുഡ്. നമ്മൾ പ്രിങ്ങോന് കൊടുക്കുന്നു. വൈ? ആ ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നു, യെറ്റ് ദേ ചോസ് നോട്ട് ടു ഈറ്റ്. ഡാഡേ എനിക്കത് വേണ്ട. അപ്പം ഞാൻ എന്ത് ചെയ്യും? ദോശ ഉണ്ടാക്കി കൊടുക്കും, ബ്രെഡിൽ ജാം പരത്തി കൊടുക്കും. ദോശ ഉണ്ടാക്കുമ്പോൾ ദോശയുടെ ഉള്ളിൽ നമ്മൾ പഞ്ചസാര വെച്ച് കൊടുക്കും. ഇല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ നടന്ന് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കും. അവരുടെ ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ ഭക്ഷണം? മിച്ചറ്, പഞ്ചാര അല്ലേ? ഈ പഞ്ചസാരയും മധുരമുള്ള ഹൈ ആയിട്ടുള്ള വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണമാണ് കുട്ടികൾ വന്ന് ചോദിക്കുന്നത്. ഏതെങ്കിലും കുട്ടികൾ വന്നിട്ട് ഡാഡേ എനിക്കൊരു കോഴിമുട്ട വേണം എന്ന് പറയുന്നുണ്ടോ? ഇല്ല. പ്രിങ്ങ് വന്നിട്ട് വെജിറ്റബിൾ വേണമെന്ന് ചോദിക്കുന്നുണ്ടോ? ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഗോൾഡെ അടുത്ത് പറഞ്ഞു, ഗോൾഡ് എനിക്കൊരു ഡൗട്ടേ, ഗോൾഡെ ശരിക്കും അവൾക്ക് ഇനി വെജിറ്റബിൾ വേണോ? അവൾ ക്യുക്കുംബർ കഴിക്കുമെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്ത ഫുഡിൻ്റെ സൈഡിൽ ക്യുക്കുംബർ ഇങ്ങനെ ഇരിക്കുക, പ്ലേറ്റിൽ ഇത് തീരുന്ന വരെ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുക, തൊട്ടിട്ടില്ല. ഞാൻ ക്യാമറ എടുത്ത് വെച്ച വശം ക്യുക്കുംബർ എടുത്ത് വേണം തിന്നാ. ശരിക്ക് വീഡിയോയിൽ ഇടാനായിരിക്കും അല്ലേ? അത് കേട്ടപ്പോഴാണ് വീട്ടിലിടാന്ന് പറഞ്ഞപ്പോ പിന്നെ കഴിക്കാൻ നോക്കി. അവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് വെച്ചത്. അപ്പൊ എങ്ങനെയുണ്ട്? കുട്ടി ചെയ്ത പണിയത്. എൻ്റെ അടുത്ത് വന്നിട്ട് ഡാഡേ എനിക്ക് കുക്കുംബർ കഴിക്കണം, ഫ്രൈഡ് ബീൻസ് കഴിക്കണം, കോളിഫ്ലവർ കഴിക്കണം എന്ന് ഒരു കുഞ്ഞും വന്ന് ഇവളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാൻ അപ്പം മേടിച്ചു കൊടുക്കും, എനിക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്താ വിചാരിച്ചാൽ ഞാൻ വെജിറ്റബിളിനെ എതിർക്കുന്ന ഒരാളാണോ? അല്ലേ അല്ല. ഞാൻ എല്ലാ ഫുഡും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പെർഹാപ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാപ്സുകളിൽ ഒന്നാണ് ഉരുളക്കിഴങ്ങ്, സ്വീറ്റ് പൊട്ടാറ്റോസ്, അതുപോലെ തന്നെ കപ്പ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പക്ഷെ അന്ന് ഈ ബ്ലോട്ടിങ് ഉണ്ടാവുന്നുണ്ട്. ഞാൻ അനലൈസ് ചെയ്തിട്ടില്ല എനിക്കിത് കഴിക്കാൻ പറ്റാത്തൊരു സാധനമാണെന്നുള്ളത്, മനസ്സിലായോ? അതുകൊണ്ട് ഞാനത് കഴിച്ചുകൊണ്ടേയിരുന്നു, വേറെ ഫുഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് മേക്കിംഗ് സം ഇഷ്യൂസ്. ഞാൻ ബ്ലോട്ട് ആവുന്നു. ഇപ്പോൾ വർത്തമാനം പറയാൻ എനിക്ക് പറ്റാത്തത് ഇന്നിപ്പോൾ കപ്പ കഴിച്ചായിരുന്ന പ്രിങ്ങൂന് ഞാൻ കപ്പ കൊടുത്തു, ഇത് കൊടുത്തു, വളിയിട്ട് കിടക്കുകയാണ് ഇവിടെ മൊത്തം. അല്ലാത്ത ദിവസം ഒരു പ്രശ്നമില്ല. അവളുടെ ഏറ്റവും വലിയ ഒരു ഹോബിയാണ് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് വളി കൊടുക്കുന്നത്. ഇതിൻ്റെ 10 എണ്ണം കൂടും ഇവൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും ഫുഡ് കൊടുത്താൽ, ഫൈബർ റിച്ച് ഫുഡ് കൊടുത്താൽ ഉള്ള ഇത് തന്നെ പരിപാടി. എന്നിട്ട് വയറ് കുഞ്ഞ് കിടക്കുക, അപ്പോൾ അവിടെ കിടന്ന് ചിരിക്കുക. ഞാൻ കൊടുക്കണ്ടല്ല, മനസ്സിലായില്ലേ? ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ദേ പിക്ക് ആൻഡ് ചൂസ്. എനിക്ക് ഈ ഫുഡ് വേണ്ട, ആ ഫുഡ് വേണ്ട, ഈ ഫുഡ് വേണ്ട എന്ന് പറയുന്നിടത്താണ് നോ യു നീഡ് ടു ഈറ്റ് വാട്ട് യു ക്യാൻ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ചിലപ്പോൾ കൊടുക്കുക കോഴിമുട്ടയായിരിക്കും. പ്രിങ്ങൂന് കൊടുക്കുമ്പോൾ കോഴിമുട്ട അവൾ കഴിച്ചിട്ടില്ല വെച്ചെങ്കിൽ ഷീ ഗോസ് ടു സ്കൂൾ വിത്ത് ഒരു ഭക്ഷണവും ഇല്ലാണ്ട പോവും. രണ്ടാമത്തെ ചോയ്സ് ഈ വീട്ടിലില്ല. അപ്പം എന്താ ചെയ്ത്? 3-ാമത്തെ ദിവസം കുട്ടി മുട്ട കഴിക്കുകയാണ്. കാരണം എന്താണ്? ആൾക്കാരെയും കിട്ടില്ല എന്ന് വെച്ചിട്ട് കൊണ്ടുവരും. നിങ്ങളൊക്കെ ജനിച്ച സമയത്ത് ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചിട്ടാണോ വന്ന്? എൻ്റെ വീട്ടിലൊക്കെ ചോറും കഞ്ഞിയാണ്. അത് വിചാരിച്ചിട്ട് എൻ്റെ കുട്ടിക്ക് ഒന്ന് രാവിലെ എൻ്റെ ചോറും കഞ്ഞിയും ചമ്മന്തിയും കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിവിടെ ചോയ്സസ് കൊടുക്കുന്നുണ്ട്, അതന്നെ ഉള്ളൂ. ആ ഒരു സാധനം നമ്മൾ രാവിലെ കൊടുക്കുമ്പോൾ അത് ഇല്ല വെച്ചെങ്കിൽ രണ്ടാമത് ബ്രെഡിൻ്റെ മുകളിൽ ജാം കൊടുത്തിട്ട് കുട്ടി കഴിച്ചിട്ടില്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് ഞാൻ സ്കൂളിലേക്ക് പറഞ്ഞയക്കാറില്ല. അങ്ങനെ ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടില്ല ചാവൊന്നുമില്ല ഒരു കുട്ടികളും. പിന്നെ നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഫുഡുകളുണ്ട്. തോന്നിയ പോലെ വീട്ടിൽ ഏത് സമയവും പഞ്ചാരയും ഷുഗറും ബ്രെഡും ജാമും ഒന്നും മേടിച്ച് കുത്തി നിറച്ച് കൊടുക്കാറില്ല. ലിവർ ഈസ് എ ഗുഡ് ഫുഡ്. വൺസ് ഇൻ എ വീക്ക് നമ്മൾ കഴിക്കാറുണ്ട്. അവൾ കൃത്യമായിട്ട് പ്രോട്ടീൻ കഴിക്കുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ഹെർ. നമ്മളെങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ ഈ സയൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നോക്കണ്ടേ നമ്മുടെ കുഞ്ഞിന് ആരോഗ്യമുണ്ടോ, അവൾ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത്. നിങ്ങൾ നോക്കൂ, അവൾ ജനിച്ചാന്ന് എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് അവൾ ഹോസ്പിറ്റലിൽ പോയത് ഒരു ഫ്ലൂ വന്നിട്ടാണെങ്കിൽ പോലും പ്രോബബ്ലി ലൈക്ക് എത്രയുണ്ടാവും കൂടുതൽ 2 years ബാക്ക്, 2 വർഷത്തിന് മേലെ.
ഈ നാട്ടിലേക്ക് ഈ സമയത്ത് ഈ ഇവിടുത്തെ ഒരു കോൾഡ് വെതറിൽ നിന്ന് നാട്ടിലേക്ക് പോയ കുഞ്ഞ് രാവിലെ എന്നെ അമ്മ കൂടെ രാവിലെ പച്ചവെള്ളത്തിൽ അവളെ കുളിപ്പിക്കുക ഞാൻ ആ പച്ചവെള്ളത്തിൽ കുളിപ്പിക്കരുതെന്ന് പറയും. പുറത്തേക്ക് ഇറങ്ങും, അസുഖമുള്ള വീടുകളിലേക്കൊക്കെ ഞാൻ അവളെ കൊണ്ടുപോകും. ഇവിടെ പനിയാണെന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് വന്ന കുഞ്ഞാണോ എന്ന് വെച്ചാൽ അവർ കയറ്റില്ല. നോ, ഷീ ഷുഡ് വിസിറ്റ് എവ്രി വൺ. എന്തേ അവിടെയൊക്കെ നമ്മൾ ഇവരായിട്ട് എക്സ്പോസ് ആവണം, എന്നാലാണ് ഇവർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവുള്ളൂ. ഇവിടുന്ന് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഷീ ഡിഡ് ഗുഡ്. അങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല. 45 കിലോ ഡെഡ് ലിഫ്റ്റ് ചെയ്യും, 48 കിലോ വരെ അവൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യും. ഷീ ഈസ് ഡൂയിങ് ഗുഡ്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും അവളെ കാണാനില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ക്യാൻസർ ഉണ്ടെങ്കിൽ ആ ക്യാൻസർ ആവാൻ നോട്ടെ, നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനുള്ളതില്ല. ഷീ ഈസ് ഡൂയിങ് ഗുഡ് അല്ലേ? അപ്പോൾ ഞാൻ പച്ചക്കറി എന്തുകൊണ്ട് കഴിക്കണില്ല എന്ന് പറയണേക്കാളും മുന്നേ തന്നെ ഇത്തരത്തിലുള്ള ഒരു അസംഷനൊക്കെ നടത്തി ഇയാൾ പച്ചക്കറി കഴിക്കാത്തത് ഞാനൊരു പക്ഷേ കാർണിവോർ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ടുള്ള കമൻറ്റുകളും അങ്ങനെയുള്ള ചിന്താഗതികളാണ് അവിടെ പോകണത്. എന്നിട്ട് യെറ്റ് ദേ ആർ കോളിംഗ് മീ ഐ എം സ്പ്രെഡിങ് സ്യൂഡോ സയൻസ് എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയണത്. ആ അപ്രോച്ച് തന്നെ സ്യൂഡോ സയൻറ്റിഫിക് ആണ്. എൻ്റെ അടുത്ത് നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടില്ല നിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടില്ല, നീ അപ്പോഴേക്കും നമ്മൾ അല്ലേ, എന്നിട്ട് നമ്മൾ വേറെ ആൾക്കാരെന്നെ സ്യൂഡോ സയൻറ്റിസ്റ്റ് എന്നൊക്കെ വിളിക്കുന്നതൊക്കെ വളരെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പുള്ളി പറഞ്ഞിട്ടുള്ളത് ഞാൻ മാക്രോ മാത്രമാണ് ഫോക്കസ് ചെയ്യണത്, മൈക്രോ ഫോക്കസ് ചെയ്യണില്ല എന്ന്. അതെന്താണ് കാരണം? മീറ്റിൽ മാക്രോ മാത്രമേ ഉള്ളൂ, മീറ്റിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ കുറച്ചല്ലേ. നമുക്ക് വേണ്ട ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേ ടു ഡേ ലൈഫിൽ വേണ്ട ഫോളൈറ്റ് അടക്കമുള്ള ആയാണ് ഇതൊക്കെ നമുക്ക് ഓക്സിജനെ കൊണ്ടുപോകാൻ പറയാൻ ഏറ്റവും കൂടുതൽ വേണ്ടത് ബീഫിലും റെഡ് മീറ്റിലും അല്ലെങ്കിൽ മീറ്റിലും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് യു ആർ ഓൺലി ഫോക്കസിങ് ഓൺ മാക്രോസ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ കഴിക്കുന്ന ഫുഡ് എല്ലാം ഉള്ള ഫുഡാണ്. ഞാൻ ചോറ് കഴിക്കുന്നുണ്ട്, സ്വീറ്റ്സ് ആയിട്ടുള്ള ഓറഞ്ച് സാധനങ്ങൾ കഴിക്കുന്നുണ്ട്. ഞാൻ പറയാറുണ്ട് ഞാൻ ആൽക്കഹോളൊക്കെ കഴിക്കുന്ന ഒരാളാണ്, ഞാൻ എല്ലാം കഴിക്കുന്ന ഒരാളാണ്. ഞാനൊരു കാർണിവോറായിട്ടുള്ള ഒരാളല്ല. അതുപോലെ തന്നെ എന്താ പറയുക, പച്ചക്കറി എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കഴിക്കണില്ല. ഓക്കെ, 2 കഷ്ണം കപ്പേ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നാം അപ്പം ഞാൻ അധികം ഫൈബർ ഒന്നും കഴിക്കണില്ലല്ലോ. നമ്മൾ ഇന്ന് കാണുന്ന കുറേ അസുഖങ്ങൾ അല്ലേ, കൊളസ്ട്രോള്, ഹാർട്ട് അറ്റാക്ക്, ബ്ലഡ് ഷുഗർ കൂടുന്നത്, അപ്പി പോണില്ല. ഞാനപ്പോൾ ഇന്ന് എന്താണ് പറയാൻ പോകണമെന്ന് വെച്ചാൽ ഫൈബറിൻ്റെ നെഗറ്റീവാണ് പറഞ്ഞത്. കാരണം പോസിറ്റീവ് നിങ്ങൾക്കൊക്കെ അറിയാലോ, നിങ്ങളെല്ലാവരും കഴിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇറച്ചി കൂടുതൽ തിന്നുന്ന ഒരാളാണ്. നമ്മളതിനെ ബ്ലെയിം ചെയ്യുന്നുള്ളത് ഈ ഫൈബർ ഇല്ലാത്തതുകൊണ്ട് നീ എങ്ങനെ ജീവിക്കും എന്നുള്ള സംശയമാണ്. അപ്പോൾ ഫൈബറിന് ഗുണങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ പച്ചക്കറി കഴിക്കുന്നതുകൊണ്ട് പച്ചക്കറിയുടേതായ ഗുണങ്ങളും ഫൈബറിൻ്റെതായ ഗുണങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തോ. പക്ഷെ കഴിക്കാൻ പറ്റാത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ട്, കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഇവിടെ ഉണ്ട്. ഇത് സ്ലോലി ഇൻജസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പറയണേ. സ്ലോലി ഇൻജസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആരോടാ ഈ പറയണേ? മലയാളിയോടാ. ജനിച്ച അന്ന് തൊട്ട് കഴിഞ്ഞ 32 വർഷം ഞാൻ തിന്നത് ഫൈബറാ അല്ലേ? നമ്മളോടാണോ പറയണേ സ്ലോലി ഇൻജസ്റ്റ് ചെയ്താൽ മതി, ഫൈബർ എടുത്തോളുന്ന്? ഇതൊക്കെ ഈ പുതിയ വെസ്റ്റേൺ വേൾഡിൽ വന്ന ആളുകളാണ് സ്ലോലി ഇൻജസ്റ്റ് ചെയ്യണത്. കാരണം അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രോസസ്ഡ് ആയിട്ടുള്ള കാപ്സും അതുപോലെ തന്നെ ഇറച്ചിയും കഴിച്ചവരാണ്. അത് മാത്രം കഴിച്ചവരോടാണ് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് പറയണേ. നമ്മളൊക്കെ നന്നായിട്ട് പച്ചക്കറി കഴിച്ചു വന്ന ആൾക്കാരാ. യെറ്റ് യു ആർ നോട്ട് പ്രോസസ്സിങ്. ഞാൻ നിന്നിട്ട് പതുക്കെ ഇൻജസ്റ്റ് ചെയ്ത് നോക്കി, നടക്കണില്ല. ഫൈബർ തിന്നിട്ടില്ല വെച്ചെങ്കിൽ അപ്പി പോവില്ല. ഈ അപ്പി പോവാത്ത ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ലോക ജനതയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രോബ്ലമാണ്. ഇത് കുറേ സൈക്കോളജിക്കലി ഉള്ളൊരു പ്രോബ്ലമാണ്. അങ്ങനെയല്ലേ പറയുക? സൈക്കോളജിക്കലി. ഓക്കെ, എന്താണ് അല്ലേ? നമ്മളൊരു സ്ഥലത്തേക്ക് പോകുകയാണെന്ന് വെച്ചാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴി മുട്ടയിടാൻ നടക്കണ പോലെ നടക്കും. അപ്പി ഇട്ടിട്ടില്ല. നമ്മൾ ഫൈബറും കഴിച്ചിട്ടുണ്ട്, പിണ്ണാക്കും കഴിച്ചിട്ടുണ്ട്, എല്ലാം കഴിച്ചിട്ടുണ്ട്. നമുക്ക് രാവിലെ അപ്പി ഇടാൻ പറ്റില്ല. എല്ലാ ദിവസവും രാവിലെ അപ്പി ഇടണമെന്ന് കരുതുന്നവരാണ് നമ്മൾ. ഇല്ല വെച്ചെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതുന്ന ആൾക്കാരാ. അപ്പം നമ്മുടെ തലയിൽ ആദ്യമേ തന്നെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ് ഫൈബർ തിന്നിട്ടില്ല വെച്ചെങ്കിൽ അപ്പി പോവില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഞാൻ അപ്പിയിടാൻ പാടില്ല. ഇല്ലല്ലോ. എൻ്റെ അപ്പിയൊക്കെ ഇങ്ങനെ ഇവിടെ സ്റ്റക്കായിട്ട് സിമെൻറ്റ് കട്ട പോലെ ഇരിക്കണം അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഗോൾഡി ഉണ്ട്, പ്രിങ്ങും ഉണ്ട്. ഇവരും ഇതേ ഡയറ്റാണ് കഴിക്കണത്. ഇവിടെയാണ് നമ്മുടെ അനക്ഡോട്ടൽ എവിഡൻസ്, വ്യക്തി അനുഭവമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കണമെന്ന് കേട്ടിട്ടില്ല, ഇങ്ങനെ ധ്യാനത്തിന് പോയിട്ട് നമ്മളിങ്ങനെ എൻ്റെ അസുഖം മാറി എന്നൊക്കെ പറയണ പോലത്തെ ഒരു സംഗതിയില്ലേ, അതാണ് കേട്ടോ ഇത്. അതായത് നമ്മൾ ഫൈബർ കഴിക്കാതെ തന്നെ നമ്മുടെ അപ്പി പോയിട്ടുണ്ടെന്ന്. പക്ഷേ ധ്യാനത്തിന് പോയിട്ട് അസുഖം മാറി എന്ന് പറയണ പോലില്ല. അപ്പി പോയിട്ടില്ല വെച്ചെങ്കിൽ 2 കൊല്ലമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനും ഈ വീട്ടിലൂടെ അങ്ങോട്ട് നടക്കാനും പറ്റില്ല കേട്ടോ. 2 കൊല്ലമായിട്ട് ഞാനിവിടെ ആക്റ്റീവായിട്ടുണ്ട്. ബട്ട് ഞാനൊന്ന് ജസ്റ്റ് ഗോൾഡിൻ്റെ അടുത്തും പ്രിങ്ങുവിൻ്റെ അടുത്തും ചോദിക്കുക. അവരും വളരെ കുറവായിട്ട് വളരെ കുറവ് ഫൈബർ കഴിക്കുന്നവരാണ്. അപ്പി പോകണ്ടോ എന്ന് ചോദിക്കുക. അവർ നുണ പറയുകയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. കമോൺ, നിങ്ങളുടെ അപ്പി പോകണ്ടോ? കമോൺ പ്രിങ്ങോ. എല്ലാ ദിവസവും രാവിലെ ഒരു സ്റ്റോറി എടുത്ത് ഇടേണ്ടി വരുന്നു അല്ലേ? അത് ഞാൻ ഇടുന്നില്ലേ? സ്റ്റോറി ഇടുന്നു വിശ്വാസമില്ല ഗോൾഡ്. എനിക്ക് അങ്ങനെ
ഇനി മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നറിയില്ല, എനിക്ക് ഫൈബർ കഴിക്കുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല. ഞാൻ ഇടയ്ക്ക് കഴിക്കുന്ന ആളാണ്. ഇവിടെ ഫ്രോസൺ വെജിയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാൻ കഴിക്കുന്ന ആളാണ്. എനിക്ക് അല്ലല്ല, ഇപ്പൊ നീ അവരെയും കൺഫ്യൂഷൻ ആക്കി. നീ അത് പറയണ കേൾക്കുമ്പോൾ വിചാരിക്കും നീ എല്ലാ ദിവസവും വെജിറ്റബിൾ കഴിക്കുന്ന ആളാണോ? അല്ലോ, വെരി കെയർഫുൾ. എല്ലാ ദിവസവും അല്ല, വല്ലപ്പോഴും ഒക്കെ. നീ ഇപ്പൊ ലാസ്റ്റ് വെജിറ്റബിൾ ആ ഫ്രോസൺ വെജിറ്റബിൾ കഴിച്ചത് എന്നാന്നൊന്ന് പറഞ്ഞേ. ലാസ്റ്റ് കഴിച്ചത് എനിക്കൊന്ന് ഒരു മാസമായി കാണണം. ഒരു മാസമായിട്ടാ ഇവളിവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് കഴിക്കില്ല, ഇത് എല്ലാവരും തലയിൽ ഇത് ഉണ്ടെന്നേ ഉള്ളൂ, കഴിക്കില്ല. അപ്പൊ നിന്റെ കോമൺ ഡയറ്റില് പച്ചക്കറി ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. നിന്റെ അപ്പി പോണ്ടോ? ശരിക്കും പോണ്ടോ? എല്ലാ ദിവസവും പോണ്ടോ? പോണ്ടാ? എല്ലാ ദിവസവും പോണ്ട്. ഓക്കെ, നിന്റെ അപ്പി പോണ്ടാ? നീ എല്ലാ ദിവസവും പച്ചക്കറി കഴിക്കണ്ട ആന്ന് പറ. നീ ഇങ്ങനെ ആക്കിയാൽ മനസ്സിലാവില്ലേ? യു അപ്പി ഗുഡ്? ആഫ്റ്റർ ഈറ്റിംഗ് മീറ്റ് യു ഡൂയിങ് അപ്പി ഗുഡ് ആണോ? നിന്റെ അപ്പി എല്ലാ ദിവസവും കൺജസ്റ്റഡ് ആയിട്ടോ കോൺസ്റ്റിപ്പേറ്റഡ് ആയിട്ടാണോ പോണേ? അല്ലല്ലോ. യു ഓക്കെ, യു അപ്പി ഈസ് ഓക്കെ, യു ടമ്മി ഈസ് ഓക്കെ. ഇനി സം ടൈംസ് നീ ഈ നട്ട്സും ഇങ്ങനെയുള്ള സാധനങ്ങളും കൂടുതൽ കഴിക്കുമ്പോൾ നിന്റെ ടമ്മി അപ്സെറ്റ് ആവാറുണ്ടോ? ആണോ? എന്നിട്ട് നീ ഫാട്ട് ചെയ്യാറുണ്ടോ? ഉണ്ടോന്ന് പറ. ആ ഉണ്ട് കേട്ടാ കുട്ടി. ഇനി കുട്ടിക്ക് വെജിറ്റബിൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഏത് വെജിറ്റബിൾ ഇഷ്ടം? ക്യൂക്കുംബർട്ടാ. അപ്പം ഞാൻ വീഡിയോ കാണിച്ചില്ലേ, ക്യൂക്കുംബർ ഇഷ്ടമാണ്. എന്നിട്ട് ഡാഡയുടെ അടുത്ത് വന്നിട്ട് കുട്ടി ചോദിക്കാറുണ്ടോ ക്യൂക്കുംബർ വേണമെന്ന്? ചോദിക്കാറില്ല. അതെന്താ കാരണം? ഓക്കെ ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇറ്റ്സ് യുവർ ചോയ്സ് വെദർ യു വാണ്ട് ടു ബിലീവ് ഓർ നോട്ട്, ബട്ട് യു ഗൈസ് ആർ ഓക്കെ. ഓക്കെ, I even get bloat. you get bloated. Yeah, from the breads and spaghetti. Spaghetti. Yeah, and the sauce. I get Sauces. bloat. ഓക്കെ. അപ്പോൾ അഗെയിൻ അനക്ഡോട്ടലാണ്, വ്യക്തിയനുഭവമാണ്, നിങ്ങൾ എടുക്കണ്ട. ഓക്കെ. പക്ഷേ ഇവർക്ക് അത് ഇത്രയും ഇറച്ചി കഴിച്ചിട്ട് ഈ പറയണ പുകില് ഇതിന് മാത്രം ഫൈബർ കഴിച്ചിട്ടില്ല വെച്ചെങ്കിൽ നിങ്ങളുടെ ബവൽ മോഷൻ വിഷയമാവുമെന്ന് പറയുന്നിടത്ത് ദേ ആർ ഡൂയിങ് വെരി ഗുഡ്. ഇനി എൻ്റെ അമ്മ 68 വയസ്സായ ഒരു സ്ത്രീയാണ്. ഞാൻ അമ്മയോട് ഒരുപാട് കാലമായി പറയണു ഇറച്ചി കഴിക്കാൻ. വേറെ ഒന്നുമല്ല, അമ്മ ഇറച്ചി കഴിക്കില്ല. അമ്മയ്ക്ക് ഇറച്ചി വൈക്ലബ്ബിയാണ്, മീൻ വൈക്ലബ്ബിയാണ്, എല്ലാത്തിൻ്റെ മുകളിലും തൊടായ്മയും തൊട്ടുതീണ്ടായ്മയും ഉള്ള ആളാണ് എൻ്റെ അമ്മ. പിന്നെ അമ്മ എന്നെ പറയുകയാണ് എനിക്ക് പാരമ്പര്യമായിട്ട് ഓസ്റ്റിയോപോറോസിസ് ഉണ്ട്, ഷോൾഡറിൻ്റെ എല്ല് വളഞ്ഞിട്ടുണ്ട്, മറ്റേതുണ്ട്, നിൽക്കാൻ പറ്റണില്ല, ഓടാൻ പറ്റണില്ല, ബോഡി പെയിൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അമ്മ ഈയിടെയായിട്ട് ഇവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്യുകയും എണീക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യണതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ ന്യൂമോണിയ അടിച്ചു, അതിൻ്റെ ഇടയിൽ കോവിഡ് വന്നു, എല്ലാം ഉണ്ടായി എൻ്റെ അമ്മയ്ക്ക്. കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് അമ്മയ്ക്ക് ഇല്ലാത്ത അസുഖങ്ങളില്ല. വചന പ്രഘോഷണമൊന്നും അല്ല കേട്ടോ, ഞാൻ അവരുടെ ഇത് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ. അമ്മേനെ ഞാൻ ഇപ്പോൾ ഫോൺ വിളിക്കാം, കിട്ടിയാൽ മതിയായിരുന്നു. ഈ അമ്മയോട് ഞാൻ ആദ്യം പറഞ്ഞത് അമ്മേ നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഇറച്ചി കഴിക്കണം, ഇറച്ചിക്ക് ഗുണമുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. ഈ അമ്മ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ ഇതുപോലെ ഒരു ദിവസം വയനാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ ഇപ്പോൾ ഏതാണ്ട് 2-3 ആഴ്ചയില്ലേ അമ്മ ഈ മീറ്റ് ഓൺലി കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയിട്ട്? എട്ടയ്ക്ക് പുള്ളിക്കാരി ഇത് കഴിക്കലുണ്ടോ? ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് അമ്മേനെ. അമ്മയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ ചോദിച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. ഞാൻ വിചാരിച്ചത് എനിക്ക് ഭയങ്കര മാറ്റം ഉണ്ടെന്നൊക്കെ ഒരു പ്ലസീബോ ഫീൽ ചെയ്യുമല്ലോ. അമ്മ എന്നോട് പറഞ്ഞാടാ ഒരു കാര്യം ഉണ്ടാടാ, എനിക്ക് ഇത്രയൊക്കെ ദൂരെ യാത്ര ചെയ്ത് ഭയങ്കര മേലു തന്നെയാണ്, ഒരു കുഴപ്പമില്ല, ഞാൻ ഒന്ന് വൈകുന്നേരം നടക്കാനൊക്കെ പോയി. അങ്ങനെയാണ് അമ്മ പറഞ്ഞത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ എനിക്ക് കക്കൂസിക്ക് പോകുമ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടാന്ന് പറഞ്ഞു. അമ്മ വെയിറ്റ്, ഒരു കുഴപ്പമുണ്ടാവില്ല, ശരിയാവും എന്ന് ഞാൻ പറഞ്ഞു. ഇനി ബാക്കി അമ്മ എന്താ പറയണേ നമുക്ക് നോക്കട്ടെ. ആ അമ്മ, ഞാൻ അവിടെ വീഡിയോ എടുക്കണം. മറ്റേ നിങ്ങൾ ഈ ഇറച്ചി കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കക്കൂസിക്കൊക്കെ പോകുമ്പോൾ സുഖമായിട്ടാണോ പോണേ അതോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്താണെന്നൊന്ന് പറയോ? നല്ല സുഖമുണ്ടോ? ഡെയിലി പോകുമ്പോൾ അമ്മയ്ക്ക് പക്ഷെ ആദ്യം ഞാൻ ഈ ഇറച്ചി കഴിക്കണ സമയത്ത് അമ്മയ്ക്ക് ഒരു ടെൻഷൻ പോലെ വന്നിട്ട് ആദ്യത്തെ ഒരു 3 ആഴ്ച ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവിടെ വയനാട് പോയ ശേഷമാണ് അത് നീ സമാധാനം പറഞ്ഞ ശേഷം പിന്നെ ഞാൻ എനിക്ക് ഭക്ഷണം ഇല്ലാണ്ടായി. ഇപ്പൊ നിങ്ങളുടെ അവിടെയും ഭംഗിയായിട്ട് ഇപ്പൊ ഡെയിലി ഉണ്ട്. ഇപ്പൊ 2 പ്രാവശ്യമായി എണ്ണ കൂടി. അപ്പൊ ഇപ്പൊ അമ്മയ്ക്ക് കക്കൂസിക്ക് പക്ഷെ അമ്മ ഇപ്പൊ എന്തോരം ഇറച്ചി കഴിക്കുന്നുണ്ടാവും? എത്ര ചോറ്? ഐ മീൻ ഇറച്ചി ഞാൻ അമ്മ ആഴ്ചയിൽ ഇപ്പൊ 2 ഉണ്ടായിരുന്നു, 2.5 ഇപ്പൊ ആഴ്ചയിൽ 1.5 ആക്കി. അതല്ല ഞാൻ പറഞ്ഞേ, ഒരു ദിവസം അമ്മയുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഇറച്ചി മുട്ടയായിട്ടുള്ള സാധനങ്ങളാണോ അതോ ചോറാണോ? മുട്ട 3 എണ്ണം, പിന്നെ സ്റ്റോക്ക് 1 കപ്പ് കാലത്ത്. ഉച്ചക്ക് ഒരു 100-150 ഗ്രാം, പറഞ്ഞ 200 ഗ്രാം കൂടി വന്ന ഇറച്ചിയുള്ള ചോറ്. ഒരു കൈ ചോറ്. ഒരു കയ്യിലെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? 200 ഗ്രാം ഉണ്ടാവുക? 200 ഉണ്ടാവില്ല, ചോറല്ലേ, വെയിറ്റില്ലല്ലോ. വൈകുന്നേരോ?
വൈകുന്നേരം ചോറില്ല. ഇറച്ചി എന്തുട്ടാ കഴിക്കണേ? ഇറച്ചി ഇത്ര തന്നെ, ഇത്ര ഇറച്ചി തന്നെ. ഇത്ര ഇറച്ചി. പിന്നെ പച്ചക്കറി കഴിക്കണ്ട അമ്മ? ഇല്ല ഉണ്ടായിരുന്നില്ല. ഇപ്പൊ 2-4 ദിവസമായിട്ട് പച്ചക്കറി കഴിക്കും. 2-4 ദിവസമായിട്ട് അമ്മ പച്ചക്കറി കഴിക്കുന്നുണ്ട്. ബീൻസ്, കൊത്തമ്പര, അങ്ങനെ പയറ്. അപ്പൊ അമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമില്ല. പടവലങ്ങ ഇല്ല, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ അമ്മോട് ഇറച്ചി കഴിച്ച് തുടങ്ങാൻ പറയാനുള്ള കാരണം എന്താ അറിയോ? ഇറച്ചിയിൽ ഒരുപാട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, ഒരുപാട് ന്യൂട്രിയൻസ് ഉള്ള ഒരു സാധനമാണ്. അമ്മ പ്രോട്ടീൻ ഡെഫിഷ്യൻ്റ് ആണ്, കാരണം ഇനഫ് പ്രോട്ടീൻ കഴിക്കണില്ലേ, കഞ്ഞി ചമ്മന്തി കഴിക്കണേ. അപ്പോൾ ആ പേടിയൊന്നും മാറ്റിയെടുക്കണ്ടേ. ഞാൻ അമ്മോട് ആദ്യം ഇറച്ചിയിൽ തുടങ്ങാൻ പറഞ്ഞു. ഇറച്ചിയിൽ തുടങ്ങിയപ്പോഴാണ് അമ്മയ്ക്ക് അത് കുഴപ്പമില്ല എന്ന് മനസ്സിലായത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മോട് എന്താ പറഞ്ഞേ, നിങ്ങൾ ചോറുണ്ടോ, ചോറും സാധനങ്ങളൊക്കെ ഒരു 10-300 ഗ്രാമിനും കുറച്ച് വയ്ക്കുക. പിന്നെ പച്ചക്കറി ഇനി നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. അമ്മയ്ക്ക് പച്ചക്കറി കഴിക്കാൻ കുഴപ്പമില്ല, അമ്മ പച്ചക്കറി കഴിക്കുന്നുണ്ട്. ആൻഡ് ഷീ ഈസ് ഫീലിംഗ് ഗുഡ്. ആയിക്കോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മോട് ഞാൻ അമരക്കായ, അമ്മയുടെ ഫേവറേറ്റ് കായപ്പക്കായ, വീട്ടിലുണ്ടാവണ മുരിങ്ങക്കായ ഒക്കെ അമ്മയുടെ ഇതിലേക്ക് ആഡ് ചെയ്തോ. യു സ്റ്റാർട്ട് ഈറ്റിംഗ് ദാറ്റ് നൗ യു നോ. ഇറച്ചി പ്രശ്നക്കാരനല്ല എന്നുള്ളത് അമ്മയ്ക്ക് മനസ്സിലായതിനു ശേഷമാണ് ഞാൻ അമ്മോട് പറഞ്ഞത് നൗ യു സ്റ്റാർട്ട് ഇൻട്രോഡ്യൂസ്. അമ്മ ഓൾ ഗുഡാണ്. അമ്മ ഇപ്പോൾ കൃത്യമായിട്ട് ഇറച്ചി കഴിക്കും. എന്താ കുഴപ്പം? യു ആർ ഗെറ്റിംഗ് ഇനഫ് പ്രോട്ടീൻ ഫ്രം ഇറ്റ് ആൻഡ് അമ്മ ഡൂയിങ് ഗുഡ്. ഒരു ഇറച്ചിയും കഴിക്കാത്ത ഒരാളെ ഇറച്ചി കഴിപ്പിക്കാൻ പറ്റി. അവിടെ അപ്പിയുടെ പ്രശ്നം ഒരു സാധനം ഒന്നും ഉണ്ടായില്ല. ഇനി ഒരാളും കൂടി ഉണ്ട്, അപ്പി പോകണ്ടോ നോക്കണല്ലോ. അവൻ പക്ക കാർണിവോറാണ് കേട്ടാ. ഒരു തരി കാപ്സ് കഴിച്ചെങ്കിലേ ഉള്ളൂ. നമ്മുടെ ജോസ് മോൻ പാപ്പൻ. ഹലോ, നീ പറയണ എനിക്ക് കേൾക്കാണ്ട്. എടാ, ഞാനൊരു വീഡിയോ എടുക്കുകയാണ്. അതായത് ഈ മീറ്റ് കഴിക്കണ, മീറ്റ് ആണല്ലോ ഇപ്പം നീ കുറേ കാലമായിട്ട് മീറ്റ് ആണല്ലോ നിന്റെ പ്രിഡോമിനൻ്റ്ലി. ആദ്യം നീ ഒരു ദിവസത്തിൽ എത്ര മീറ്റ് കഴിക്കുന്നുണ്ട്, എത്ര കാപ്സ് കഴിക്കുന്നുണ്ട്, എത്ര വെജിറ്റബിൾ കഴിക്കുന്നുണ്ടെന്നൊന്ന് ജസ്റ്റ് പറഞ്ഞേ. വെജിറ്റബിൾ കഴിക്കാറേ ഇല്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ട് അങ്ങനെ കഴിക്കാറേ ഇല്ല. ഞാൻ കഴിച്ചാൽ തന്നെ കഴിക്കുന്ന നമ്മുടെ കുമറ ഉണ്ടല്ലോ, നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോസ്. അത് ഞാൻ കഴിക്കും. എനിക്ക് ഇഷ്ടം. ഇടയ്ക്ക് നമുക്കൊരു കഴിക്കാൻ തോന്നുമ്പോൾ സ്റ്റേക്കിന്റെ കൂടെ കഴിക്കും. അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല. ഇറച്ചിയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കാറില്ല. ഇപ്പൊ അങ്ങനെ കുറെ നാളായിട്ട് അങ്ങനെ ശീലമായിരുന്നു. അപ്പൊ നീ ഒരു ദിവസം ഏതാണ്ട് എത്ര മീറ്റ് കഴിക്കണ്ടാവും? കണക്ക് നോക്കുവാണെങ്കിൽ ചിലപ്പോൾ ഒരു 1/2 കിലോ കഴിക്കുന്നുണ്ടായിരിക്കും. 1/2 കിലോ മീറ്റും എഗ് ഒരു 6-7 എഗ്. നിനക്ക് ഈ ഡയറ്റിലോട്ട് മാറിയപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞ പോലെ ഫൈബർ കഴിക്കാത്തത് കൊണ്ട് അപ്പി ഇടാനായിട്ട് എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല. ജീവിതം ഇതിലേക്ക് മാറിയതോടെ നന്നായി. ചില കാര്യങ്ങളെല്ലാം സുഗമമായുള്ളൂ. ഇത്ര സുഖമാണോ നിനക്ക്? നല്ല സൂപ്പർ പരിപാടി. നല്ല നമ്മുടെ വെള്ളത്തിൽ മുങ്ങാൻ കൂടി എടുത്ത് വെള്ളം ഇങ്ങനെ ചീറ്റിക്കുന്ന ഒരു വിഷയം. അതല്ലടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ മറ്റേ ബൈബിളിൽ വെച്ചിട്ട് സത്യം ചെയ്യണട്ടാ, അതായത് ഞാൻ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധ്യപ്പെടുത്തൂന്ന്. അല്ല, നമ്മൾ ഇതിന്റെ ഇതിപ്പോ ഞാനിവിടെ ഉള്ള എല്ലാവരോടും തന്നെ കൺവിൻസ് ചെയ്ത് ശ്രമിക്കാറുണ്ട്. നിങ്ങളുടെ ഈ തീട്ടം തിന്നല് മാറ്റിയിട്ട് നല്ല സാധനത്തിലേക്ക് നമുക്ക് പ്രത്യേക സുഖം വരും. നമുക്കൊരു എനർജി വരും. അത് ഇപ്പൊ ഞാനാണെ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളെ സക്സസ്ഫുൾ ആയല്ലോ നമ്മുടെ ഇന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പാപ്പൻ ഒരു വീഡിയോയിൽ ഒരുപാട് ചോറ്, ചടയെ ഞാൻ ഒരു കോട്ടയത്തുകാരനാണ്, ഞങ്ങൾക്ക് 1/2 കിണ്ണം ചോറ് ഒരു ദിവസം ഉണ്ടിട്ടില്ല വെച്ചെങ്കിൽ അരപ്രാവിന്റെ ജമം പോകുമെന്ന് പറയുന്ന ഒരു വീഡിയോ. പാപ്പൻ അരി ഭക്ഷണം കാണാത്ത വലിയ മാടറ്. എനിക്ക് പറ്റിയല്ലോ കഞ്ഞി കുടിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് വേണം. എവിടെയും പോയിട്ട് വന്നാ എന്നാ മാന ഇച്ച കഞ്ഞി കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് കിടക്കാൻ പറയും. കഞ്ഞി കുടിച്ചപ്പോ എന്തൊരു സുഖം. നല്ല സുഖം. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നതിന് ശേഷം ഇവന് അൽക്കുലത്ത് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായപ്പോഴാണ് പുള്ളി എന്നെ വിളിക്കണേ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ ഒന്ന് കുറച്ച് ഈ ഇറച്ചി ഒന്ന് കഴിച്ചു നോക്ക്. നീ ഈ ചോറ് ഏത് നേരവും കുത്തി കയറ്റിയിട്ട് ചോറ് ഒരുപാട് നീ തിന്നുന്നുണ്ട്. ചോറിന് അരപ്രാവിൻ്റെ ലൈഫൊന്നുമില്ല. ട്രൈ ടു ഇൻക്രീസ് യുവർ പ്രോട്ടീൻ. അത് നീ ഇറച്ചി കഴിക്കു വെച്ചെങ്കിൽ ഇറച്ചിന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു. ചെറുക്കൻ കേട്ടത് പാതി കേൾക്കാത്തത് പാതി. അന്ന് മുതലേ ഇറച്ചി തീറ്റ തുടങ്ങിയതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇപ്പോൾ ഇവൻ്റെ അപ്പി വളരെ സ്മൂത്തായിട്ട് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഫൈബറിന് വലിയ പ്രയോറിറ്റി ഇവൻ്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ളത് മനസ്സിലായില്ലേ. അതും നിങ്ങൾ എടുക്കണ്ട കേട്ടോ. ഈ പറഞ്ഞ പോലെ വ്യക്തി അനുഭവം എടുക്കേണ്ട ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് നല്ല നാണക്കേടുണ്ട് ഇത് വീഡിയോ ആക്കിയിട്ട് ഇടാൻ തന്നെ. എന്തിരുന്നാലും അടുത്ത വീഡിയോയിൽ പുള്ളിക്ക് ആക്ച്വലി ഈ മീറ്റ് കഴിച്ചിട്ട് പുള്ളിയുടെ ബ്ലഡ് വർക്ക്സും അതൊക്കെ പുള്ളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിയുടെ സാധനം എൻ്റെ കയ്യിലുണ്ട്. എൻ്റെയും ബ്ലഡ് വർക്ക്സും സംഗതികളൊക്കെ ഞാൻ നിങ്ങൾക്ക് അതും കൂടെ കാണിച്ചു തരാം. ഇനി വാട്ട് ഫുഡ് കോസ് ബ്ലോട്ടിങ് നമുക്കൊന്ന് നോക്കി വെക്കാം. ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളത് 7 ഫുഡ്സ് ദാറ്റ് കോസ് ബെല്ലി ബ്ലോട്ടിങ് എന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്പർ 1 മിൽക്ക്, ചീസ് ഓർ അതർ ഡയറി പ്രോഡക്ട്സ്. പാലും ഉൽപ്പന്നങ്ങളും ചീസൊക്കെ നമുക്ക് ബ്ലോട്ടിങ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് എഴുതിയിട്ടുള്ളത്. നമ്പർ 1 സാധനമാണ്.
എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ്. നിങ്ങൾ രാവിലെ എണീറ്റിട്ട് ഒരു ചായ കുടിച്ചിട്ട് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് വയറ് അപ്സെറ്റ് ആവുകയും ഒരു പുളിച്ച് തേട്ടിയ പോലത്തെ ഒരു മണം വരെ വയറാകെ ഇങ്ങനെ കമ്പിച്ച പോലെയൊക്കെ തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ മിൽക്ക് ഭയങ്കര വില്ലനാണ്. 3 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മിൽക്കിനെ ദഹിപ്പിക്കാനുള്ള എൻസൈം നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കില്ല. ലാക്ടേസ്, പശുവിൻ്റെ പാലാണെങ്കിലും ഈ ലാക്ടോസ് ആണ് അതിലുള്ള ഷുഗർ. അത് നമ്മുടെ ബോഡിക്ക് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഷുഗറാണത്. ആ ഷുഗറിനെ നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ പാല് പ്രശ്നം ഉണ്ടാക്കുന്നത്. ആ തുള്ളി പാല് പ്രശ്നം ഉണ്ടാക്കും. സൗത്ത് ഇന്ത്യൻസിന് മിൽക്ക് ഡൈജസ്റ്റ് ആവില്ല, ഭയങ്കര പണിയാണ്. വിരളിൽ എണ്ണാവുന്ന ആളുകൾക്ക് മിൽക്ക് ഡൈജസ്റ്റ് ആവുള്ളൂ. നമ്മൾ മിൽക്ക് തിന്ന് വന്ന ജീനോമിലുള്ള ആളുകളല്ല. ആ സമയത്ത് മംഗോളിയയിലൊക്കെയുള്ള ആളുകൾക്ക് കൂടുതൽ മിൽക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻസിന് കൂടുതൽ ഡൈജസ്റ്റ് ആവും ബിക്കോസ് ദേ യൂസ് ടു ഈറ്റ് പ്ലെൻറ്റി ഡയറി പ്രൊഡക്ട്സ്. നമ്മൾ അതിൽപ്പെട്ട ആളുകളല്ല. സോ അവോയ്ഡ്, രക്ഷയില്ല. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് കട്ട് ഉപയോഗിക്കാം. എങ്ങനെയാ? തൈര്, മെച്ചുവേർഡ് ചീസസ് ലൈക്ക് പാമിസൺ ചീസ് പോലെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ബട്ടർ കുഴപ്പമില്ല, കഴിക്കാം. ക്രീം ലെസ് ലാക്ടോസേ ഉള്ളൂ. നമുക്ക് ക്രീം ഉപയോഗിച്ചിട്ട് കാപ്പ് കുടിക്കാൻ പറ്റും, കുഴപ്പമില്ല. അതിൽ സ്റ്റിൽ ലാക്ടോസ് ഉണ്ട് കേട്ടോ. ഇനി ലാക്ടോസ് ഫ്രീ മിൽക്ക് കിട്ടും, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിന് ബ്ലോട്ടിങ് ഉണ്ടാവുന്നുണ്ട്. അത് എന്താ കാരണം എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മിൽക്കിനെ പറ്റിച്ചിട്ട് ഉപയോഗിക്കാം. അതല്ല ഡയറക്റ്റ് മിൽക്ക് ഒഴിവാക്കണം. സെക്കൻഡ് വൺ, ബീൻസ്, ലെൻറ്റിൽസ്, ആൽമണ്ട്സ് ആൻഡ് ഹോൾ ഗ്രെയിൻസ്. ഒന്ന് നോക്കുക, ഇവിടെ മീറ്റ് വന്നാ ഇല്ല. ബീൻസ് എന്താണ്, നമ്മൾ പയറും കടലയും രാവിലെ പരിപ്പ് പായസമൊക്കെ കഴിച്ചു നോക്കിക്കേ. സാമ്പാർ കഴിച്ച് കഴിഞ്ഞാൽ വളി വിടില്ലേ? നിങ്ങൾ ഈ സാമ്പാർ കഴിച്ചിട്ട് വളി വിട്ട് നടക്കുമ്പോൾ സിമ്പിളാണെന്ന് വിചാരിക്കുന്നത്? അല്ല, അത് നിങ്ങൾക്ക് പറ്റാത്തോണ്ടാ. ഈ സാമ്പാർ നമ്മൾ 3 നേരം തിന്നും. ആ ദിവസം മൊത്തം നമ്മൾ ഫാട്ട് ചെയ്തിട്ടും വയറ് ഇതാക്കിയിട്ടും ജെൽസിൽ അടിച്ചിട്ട് നടക്കും ഇല്ലേ? അതിൽ വേറെ എന്താ? ലെൻറ്റിൽസ്, ആൽമണ്ട്സിന്റെ തൊലി, അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സ്, ഇതൊക്കെ റെസിസ്റ്റൻസ് സ്റ്റാർച്ചാണ്. നമുക്ക് എടുക്കാൻ പറ്റില്ല. നമുക്ക് പച്ചക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റില്ല വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ബ്ലോട്ടിങ്ങിനെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. ബ്ലോട്ടിങ് ഈസ് ഒരു പ്രശ്നം തന്നെയാണ്. അതിന് കണ്ണടച്ചിട്ട് ബ്ലോട്ടിങ് പ്രശ്നമില്ല, ഫൈബർ കഴിച്ചോ, ഫൈബർ എത്ര വേണമെങ്കിൽ കഴിച്ചോ. നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ബ്ലോട്ടിങ് ഈസ് എ പ്രശ്നമാണ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്? ഇല്ല, ആരും പറയില്ല. കാരണം എന്താ? ഈ ഫൈബറിനെ ഒളിപ്പിച്ച് കടത്തണേ. അതാണ് എൻ്റെ കാരണം. 3, ഫുഡ്സ് വിത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പഞ്ചസാര ചേർത്തുള്ള സാധനങ്ങൾ, ഈ കേക്കും കോൺ സിറപ്പ് പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണ ആ ഷുഗർ ഇല്ലേ, ആ ഷുഗർ നമുക്ക് പറ്റില്ല. നമ്മുടെ ബോഡി എടുക്കില്ല. അത് പ്രശ്നമാണ്. നിങ്ങൾ ഒരു പാക്കറ്റ് മിഠായിയുടെ മുകളിൽ തുറന്നു നോക്കി നോക്കിയാൽ, അല്ലെങ്കിൽ ബേക്കിംഗ് സാധനങ്ങളും പേസ്ട്രീസ് ഒക്കെ എടുത്ത് നോക്കി നോക്കിയാൽ അതിൽ എന്തൊരു ഷുഗർ ചേർത്തിട്ടുള്ളതെന്ന്. ഈ സാധനം അതിൽ കണ്ടമാനുണ്ട്. നിങ്ങൾ ബ്ലോട്ട് ആവും. ഇഫ് യു ആർ ഗെറ്റിംഗ് ബ്ലോട്ടഡ്, ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. യു നീഡ് ടു അവോയ്ഡ്. എന്താ മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ, യു അവോയ്ഡ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, സോഡ, സ്പാർക്ലിംഗ് വാട്ടർ. ബ്ലോട്ട് ചെയ്യും. ബിയർ, ഗെറ്റ് ബ്ലോട്ടഡ്. എന്താണ് ബിയർ എന്ന് നിങ്ങൾക്കറിയാം? ബ്രോക്കോളി, ബ്രസൽ സ്പ്രൗട്ട്സ്, അതർ ക്രൂസിഫറസ് വെജിറ്റബിൾസ്. വാരിക്കോരി തിന്നോ. ബ്രോക്കോളിയിലും കെയിലൊക്കെ നിറച്ച് സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് ബ്രോക്കോളി കഴിക്കാൻ പറ്റില്ല? ബ്രോക്കോളി കഴിച്ചപ്പോഴാണ് ഞാൻ ശരിക്കും പച്ചക്കറിയിൽ ഇത്ര ഉപദ്രവം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അപ്പോഴാണ്. എന്നിട്ട് ഇവരെന്താ പറയണേ, ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് ജ്യൂസ് അടിച്ചിട്ട് തിളപ്പിച്ചിട്ട് കുടിച്ചോന്ന്. ജ്യൂസ് അടിച്ച് തിളപ്പിച്ച് കുടിച്ചിട്ടേ ബാക്കിയുള്ളോ ചത്തില്ല എന്നുള്ളോ. കുറേശ്ശെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇടപാട് തീർന്നു പോയി എൻ്റെ. അപ്പം അങ്ങനെ എത്ര ആൾക്കാരുണ്ടാവും? ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് പറയണം ആൾക്കാരോട്, നിങ്ങൾക്ക് ബ്ലോട്ടിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫൈബർ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമാണ്. നിർബന്ധമായിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമാണ്. ബ്രോക്കോളി നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ഓ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വെജിറ്റബിൾ, യു ഗെറ്റ് ഓൾ ദ ബെനിഫിറ്റ്സ്. കെയിൽ, ബ്രോക്കോളി സോ മച്ച് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ കലവറയാണെന്നാണ് പറയണത്. എടുക്കാൻ പറ്റില്ല വെച്ചാൽ എന്താ ചെയ്യുക? ഞാനത് പറയാൻ കാരണം തന്നെ നിങ്ങൾ ഡീമണൈസിങ് മീറ്റാണ്. മീറ്റിൽ ഒരുപാട് ഞാൻ ഇതിൻ്റെ അവസാനത്തേക്ക് അത് പറയാം. ഈ പച്ചക്കറിയുടെ മുകളിൽ ഇമ്മാരി കയറ്റുമ്പോൾ പച്ചക്കറിക്ക് ഇത്തരത്തിലുള്ള ഉപദ്രവമുണ്ട്. അവിടെ ആൻറ്റി ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സലേറ്റ്സ് ഉണ്ട്. കുക്ക് ചെയ്തൊക്കെ പോകും, ശരിയാണ്. പക്ഷെ കുക്ക് ചെയ്ത് എല്ലാം ഒന്നും പോകുന്നില്ല. കുക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ മറ്റൊന്നും പോകുന്നുണ്ട്. ഇതിൻ്റെ ന്യൂട്രിയൻ്റ് വാല്യൂയും കുറയുന്നുണ്ട്. എന്നിട്ട് ഇത് കുത്തി കയറ്റണേ. പറ്റാത്തവൻ എന്ത് ചെയ്യും? അതാണ് ഇവിടെ ചോദ്യം. പറ്റാത്തവൻ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പറ്റാത്തൊരു സമൂഹത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? അവരിവിടെ സർവൈവ് ചെയ്യാൻ പാടില്ല നിങ്ങൾ പറയണേ. ക്രൂസിഫറസ് വെജിറ്റബിൾസ് മസ്റ്റേർഡിൻ്റെ ഫാമിലിയാണ്. കുറേ ഉണ്ട്. നിങ്ങൾ നോക്കിയൊക്കെ. നിങ്ങളൊരു ദിവസം നിങ്ങൾ ഈ ഇറച്ചി മാത്രം കഴിച്ചിട്ട് ഒരു കോളിഫ്ലവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാം എല്ലാവരുടെ കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് കഴിക്കുമ്പോൾ വയറ് ബ്ലോട്ട് ആവുന്നുണ്ടെങ്കിൽ യു കാൺട്ട് ഈറ്റ് ബ്രോക്കോളി. സോറി, ആൻഡ് ഇഫ് സംബഡി ആസ്കിങ് യു ടു ഈറ്റ് ബ്രോക്കോളി, ഐ കാൺട്ട് ഈറ്റ് ബ്രോക്കോളി എന്ന് തന്നെ പറയണം. കുത്തി കയറ്റരുത്. ഫ്രൂട്ട്സ് യു ഡോണ്ട് ഈറ്റ് ഓഫൺ. ഫ്രൂട്ട്സ് യു ഡോണ്ട് ഈറ്റ് ഓഫൺ. എത്ര ഫ്രൂട്ട്സ് ആണ് ഇന്ന്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എൻ്റെ ഓർമ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പഴമാണ് കടയിൽ കാണുക. കാരണം നമ്മൾ തിന്ന് പരിചയമുള്ള ഫ്രൂട്ടാണ് വാഴപ്പഴം. നമുക്ക് അതേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ സീസണിൽ പേരക്കായ കാണാം. ഇന്ന് നിങ്ങൾക്ക് എല്ലാവിധ ഫ്രൂട്ടുകളും ഏത് സമയത്തും കിട്ടും. കേരളത്തിൽ ഞാൻ ഇത്രയ്ക്കധികം ഫ്രൂട്ട്സ് കട കണ്ടിട്ടില്ല തവണ നാട്ടിൽ വന്നപ്പോൾ. എല്ലാ മുക്കിലും മൂലം ബ്യൂട്ടിഫുൾ ഫ്രൂട്ട്സ്. ഗുഡ് തിങ്. ബട്ട് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ദാറ്റ് ദോ. ഇല്ല. പല ആളുകൾക്കും പല ഫ്രൂട്ട്സും പറ്റില്ല. ഒരു ഫ്രൂട്ട്സും പറ്റില്ല. വാട്ടർമെലൺ തൊടാൻ പറ്റില്ലെങ്കിൽ
ഞാൻ അതിശയിച്ചു പോയി, എന്തെങ്കിലും വയറ് ബ്ലോട്ടാവണേ. വാട്ടർമെലൻ ബ്ലോട്ടിങ് ഉണ്ടാക്കുമെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കൂ. ഓറഞ്ച് ബ്ലോട്ടിങ് ഉണ്ടാക്കുമെന്നൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കി നോക്കൂ. പൈനാപ്പിൾ ബ്ലോട്ടിങ് ഉണ്ടാക്കുമെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കോ. പഴം ഒഴിച്ച് ഒരു പഴം വേറെ ഒരു ഫ്രൂട്ട്സും എനിക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ആൾക്കാരുണ്ടപ്പോൾ, ഒന്നും രണ്ടല്ല, കുറേ ആൾക്കാരുണ്ട്. ആൻഡ് ദേ ഡൂയിങ് ഗുഡ് വിത്ത് മീറ്റ്. വെൻ ഇവർ ഈ ഫുഡ് അവോയ്ഡ് ചെയ്തപ്പോൾ ദേ ഫീലിംഗ് ഗുഡ്. അതിനെന്താണ് കുഴപ്പം? ഐ എം ഫീലിംഗ് ഗുഡ് വിതൗട്ട് ഓൾ ദോസ് സ്റ്റഫ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഈവൺ ഐ എം ഗെറ്റിംഗ് ഫ്ലൂ. എനിക്ക് അലർജി പോലെ ഈ ഹൈ ഫീവർ പോലെ വരും ഈ വക സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഇനി അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? എനിക്ക് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല. എനിക്കിത് ഇല്ലാണ്ട് തന്നെ സുഖമുള്ള ആളാ. ഇത് കഴിക്കാണ്ട് എനിക്ക് സുഖമാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഇനി അതിലെവിടെയെങ്കിലും മീറ്റ് കണ്ട? മീറ്റ് ഇല്ല. ഇനി മീറ്റ് ക്യാൻ കോസ് ബ്ലോട്ടിങ്. എങ്ങനെയാണ് മീറ്റിന് ബ്ലോട്ടിങ് വരുന്നത്? ഒരിക്കലും നമ്മൾക്ക് ദഹിക്കാൻ പറ്റാത്ത ഭക്ഷണം കോളൻ്റെ അകത്ത് ചെന്നിട്ട് ബാക്ടീരിയ ദഹിപ്പിച്ച് ഫെർമെൻറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബ്ലോട്ടിങ് ഇഷ്യൂ അല്ല. മീറ്റ് നിങ്ങൾ ഒരുപാട് ഫാറ്റും കൂടുതൽ കഴിക്കുമ്പോൾ യു ഫീൽ ഫുൾഫില്ലിങ്. കാരണം ഈ ഫാറ്റൊക്കെ കിടന്നിട്ട് അല്ലെങ്കിൽ ഹൈ എന്താ പറയുക, നല്ല പ്രോട്ടീനുള്ള ഫുഡാണ്. സോ അത് ദഹിക്കാനായിട്ട് കുറേ ടൈം എടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ വയറ് ഫുള്ളായ സേഷ്യേറ്റിംഗ് ഫീലൊക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഇതിനെക്കുറിച്ച് സംസാരിക്കട്ടെ. ഇപ്പം മനസ്സിലായില്ലേ? ബ്ലോട്ടിങ് ഉണ്ടാക്കണ ഫുഡ് ഈ വക ഐറ്റംസാണ്. നമ്മുടെ മീറ്റ് ഇതിൽ വരുന്നില്ല. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഒരു തൊടുന്യായങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെങ്കിൽ നിങ്ങളും ചെയ്ത് നോക്കൂ. ചാവാനൊന്നും പോകണില്ലല്ലോ. നമ്മൾ ഒംനിവോറല്ലേ? നമ്മൾ ഒംനിവോർസാണ്. നമുക്ക് എല്ലാം കഴിക്കാം. നിങ്ങൾക്ക് കുക്ക് ചെയ്ത പൊട്ടാറ്റോ കഴിക്കാം, നിങ്ങൾക്ക് ബീഫ് കഴിക്കാം, പേരക്കായ കഴിക്കാം, വെജിറ്റബിൾ കഴിക്കാം. അതിനാണ് നമ്മൾ ഒംനിവോർ. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു പശുവിൻ്റെ ഇതിൽ നമ്മളിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ ഒംനിവോറാണ്, നമുക്ക് എല്ലാം കഴിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ഒംനിവോർ മോർ ടുവേർഡ്സ് ടു കാർണിവോർ ആണെന്നാണ്. ഇത് ചിലർക്ക് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും തട്ടലും മുട്ടലും അല്ല, നമ്മൾ മോർ ടുവേർഡ്സ് വെജ് വോറാണ് മറ്റേതാണെന്നൊക്കെ പറയും. എങ്ങനെയാണ് ആവണത്? എൻ്റെ ഒരു നിഗമനത്തിൽ നമ്മൾ മോർ ടുവേർഡ്സ് ടു കാർണിവോർ ടു ഒംനിവോറാണ്. അതെന്താണെന്ന് മനസ്സിലായ? ഇപ്പം നമ്മൾ ചിമ്പൻസീനെ എടുക്കുക. ചിമ്പൻസി ഹൈലി ഡിപ്പെൻഡിങ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ആണ്. എന്നിട്ട് ചില സമയത്ത് ഒരു വയറ് നിറയുമ്പോൾ എന്ത് ചോദിച്ചെങ്കിൽ ഇവർ ഈ ചില കുരങ്ങളെ പിടിച്ച് തിന്നും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജീവികളെയൊക്കെ എല്ലാ ദിവസത്തെ ഫുഡിൽ ഇവർ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ഒംനിവോറിലാണ് നിൽക്കുന്നതെങ്കിലും മോർ ടുവേർഡ്സ് ടു വെജിവോറാണ്. ഇനി പട്ടി ശരിക്കും ഒംനിവോറാണ്, പക്ഷെ മോർ ടുവേർഡ്സ് ടു കാർണിവോറാണ്. ഗോൾഡയുടെ വീട്ടിലെ പട്ടിയൊക്കെ കാലങ്ങളായിട്ട് വെജുവോറാണ്. ഹെർബിവോർ. എന്താ കാരണം? ഈ സാധനം കഴിക്കുന്നത് സാമ്പാറും ചോറാ, ഇടയ്ക്ക് ബിരിയാണി. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തോരം ഇൻസ്റ്റഗ്രാം വീഡിയോ കണ്ടേക്കണു, കുഞ്ഞലി ബാബു എന്ന് പറഞ്ഞിട്ട് ഈ ചോറ് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുന്നത്. ഈ നമ്മുടെ നാട്ടിലെ പൂച്ച എന്ന് പറയുന്നത് കാർണിവോറാ. എൻ്റെ വീട്ടിലെ പൂച്ച തിന്നണത് അരക്കിണ്ണം ചോറും ഒരു ചാളത്തലയാ. അപ്പോൾ ചോറും തിട്ടാ വെജ് വോറല്ലേ? അതിലല്ലേ പെടണേ? ഞാൻ വെജ് വോർന്ന് കളിയാക്കിയിട്ട് പറഞ്ഞ എൻ്റെ ഗോൾഡ് നിൻ്റെ തെറ്റുതിരുത്തിൽ ഇതിൻ്റെ ഇടയിലേ. അപ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് മോർ ടുവേർഡ്സ് ടു കാർണിവോർ ടു വെജ് വോർ എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മീറ്റ് എടുത്ത് നോക്കിക്കേ. മീറ്റ് ക്യാൻ ഡൈജസ്റ്റ് ഈവൻ ദോ ഇറ്റ്സ് നോട്ട് കുക്ക്ഡ് ഫോർ ഹ്യൂമൻസ്. പച്ചക്കറി ദഹിക്കുക? പച്ചക്കറി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അൺലെസ് ഇഫ് ഇറ്റ് ഈസ് എ ഫ്രൂട്ട്. മെച്ചോർഡ് ആയിട്ടുള്ള ഫ്രൂട്ടാണെങ്കിൽ നിങ്ങളുടെ ബോഡി എടുക്കും. നമ്മൾ എല്ലാ ദിവസവും ഫ്രൂട്ട് തിന്നിട്ട് ജീവിച്ചിട്ടുണ്ടോ? നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും നമ്മുടെ കാട്ടിലുണ്ടായിരുന്നത് ഫ്രൂട്ടാ? നമ്മൾ പുരാണ കഥയിലൊക്കെ കദളിപ്പഴം നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? കദളിപ്പഴമൊക്കെ ഈ കദളിയുടെ പരുവായിട്ട് ഒരു 50 വർഷമായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു 100 കൊല്ലമായിട്ടുണ്ടാവില്ല. ഇതൊക്കെ കല്ലങ്കായായിരുന്നു. ഈ കായനൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്തതാ. അപ്പോൾ അതിന് മുന്നേ നമ്മളെപ്പോഴാ സീസണിൽ മാത്രമാണ് ഫ്രൂട്ട്സ് കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സിൽ സർവൈവ് ചെയ്തിട്ടുണ്ടാവോ? ഇല്ല. നമ്മൾ കൃഷി തുടങ്ങിയതിന് ശേഷം ഇതൊക്കെ സൈഡിലേക്ക് ഒതുപ്പിച്ചത്. അപ്പോൾ പച്ചക്കറി നമുക്ക് ദഹിക്കുമോ? ദഹിക്കില്ലേ? ഇന്ന് കാണുന്ന പല പച്ചക്കറിയും പണ്ടുണ്ടായിരുന്നില്ല കേട്ടോ, അതും വേണം നോക്കാനായിട്ട്. പക്ഷെ പച്ച ഇറച്ചി ദഹിക്കും. നിങ്ങൾ നോക്കിക്കേ, നമ്മൾക്ക് പച്ച ഇറച്ചി പ്രോബ്ലം ഉണ്ട് എന്ന് പറയുന്നത് പച്ച ഇറച്ചി ദഹിക്കാത്തതിൻ്റെ പുറത്തല്ല. പച്ച ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഇൻഫെക്ഷൻസ് ഫുഡിലൂടെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പച്ച ഇറച്ചി കഴിക്കേണ്ടതെന്ന് പറയണേ. നമ്മൾ കുക്ക് ചെയ്ത് വന്ന ആൾക്കാർ തന്നെയാണ്. പ്രിഡോമിനൻ്റ്ലി വി വർ ഓൺ മീറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ചിലർ പറയും പല്ലിൻ്റെ ഘടന അങ്ങനെയാണ്, കുരങ്ങൻ്റെ പോലെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭ്യാസമൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് ജീവിച്ച്. നമുക്ക് പച്ച ഇറച്ചി ദഹിക്കാനുള്ള കഴിവുണ്ട്. നമ്മുടെ ബോഡി ദഹിപ്പിച്ചോളൂ. നിങ്ങൾ കഴിച്ച് നോക്കിക്കേ. എൻ്റെ അത്ര നിങ്ങൾ എന്തായാലും പച്ചയിറച്ചി കഴിച്ചിട്ടുണ്ടാവില്ല മെജോറിറ്റി ആളുകളും. ഞാൻ ഈ 100 കൂടെയൊക്കെ പോകുമ്പോൾ പച്ചയിറച്ചി ഇഷ്ടംപോലെ കഴിച്ചിട്ടില്ല. എനിക്ക് ഇന്നേ വരെ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അൺലെസ് ഈ ചില സമയത്ത് നമ്മുടെ ഈ കല്ലുമ്മക്കായ എനിക്ക് ചില സമയത്ത് പണി കിട്ടുന്ന ഒരു സാധനമാണ്, വേവിച്ച് കഴിച്ചിട്ട് തന്നെ.
അതല്ലാതെ എൻ്റെ ഓർമ്മയിൽ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. എത്രയോ പച്ചിറച്ചി അവിടെ നിന്ന് തീർക്കണു, അത് നമുക്ക് ദഹിക്കും. പക്ഷെ പച്ചക്കറി എല്ലാവർക്കും ദഹിക്കില്ല, പച്ച സ്റ്റാർച്ച് ദഹിക്കില്ല. വേവിക്കാത്ത അരി നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? ഒരു 3 സ്പൂൺ കൂടുതൽ. ഒരു ചക്ക തിന്നാൻ പറ്റുമോ നിങ്ങൾക്ക് പച്ചയ്ക്ക്? പപ്പായ തിന്നാൻ പറ്റുമോ? വയറുവേദന എടുക്കും. പച്ച മാങ്ങ നിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ? വയറുവേദന എടുക്കും. ഇതെന്താ കാരണം? നമുക്ക് പറ്റില്ല. പക്ഷെ ഇതിനെ പഴുത്താലോ ഇതിനെ വേവിച്ചാലോ നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വി ആർ ആക്ച്വലി മോർ ടുവേർഡ്സ് ടു മീറ്റ് സൈഡാണ്. ദെൻ വി ക്യാൻ ഈറ്റ് ദിസ്. സ്റ്റിൽ വി ആർ ഓംനിവോർ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നിങ്ങൾ എന്താ പറയുക, കുറച്ച് ഇറച്ചി തിന്നു എന്ന് വിചാരിച്ചിട്ട് പേടിക്കണ്ട. നമുക്ക് കുറച്ച് കാലം വേണമെങ്കിൽ ഇറച്ചി തിന്നാം, കുറച്ച് കാലത്ത് തിന്നാം. ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നല്ല കാര്യം. ഗോൾഡ് എവിടെ ഇരുന്നിട്ട് പറയേണ്ടത് എന്തിനിങ്ങനെ കണ്ണൊക്കെ ഉരുട്ടിയിട്ട് പറയണതെന്ന്. എൻ്റെ ഒരു ശൈലി ഇങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ നിറുകളായിട്ട് എൻ്റെ വായെന്ന് ഈ സംഭവങ്ങളൊക്കെ വരുള്ളൂ. അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യണത്. അതുകൊണ്ടാണ്. അല്ലാണ്ട് ആരുടെ പുറത്ത് നമ്മൾ ആക്രോശിക്കുകയോ ദേഷ്യപ്പെടുകയോ ഒന്നുമല്ല. എനിക്ക് നിങ്ങളുടെ ആരുടെ അടുത്തും ഒരു തരത്തിലുള്ള ദേഷ്യവും ഇല്ല, ഒരു തരത്തിലുള്ള സ്നേഹവും ഇല്ല. മനസ്സിലായില്ലേ? നമ്മളൊരു സാധാരണ ഒരു മനുഷ്യനാണ്, ഇങ്ങനെ നോർമലായിട്ട് പോകുന്ന ഒരാളാണ്. അവതരണ ശൈലി ഇങ്ങനെയാണെന്നുള്ളൂ എന്നെ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. കൺക്ലൂഷനായിട്ട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് പച്ചക്കറി കഴിക്കണില്ല എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ഇത് ഫോളോ ചെയ്യണതിനെ കുറിച്ചല്ല. അപ്പോൾ എനിക്ക് പച്ചക്കറി കഴിക്കാൻ പറ്റാത്തതിന് ഒരുപാട് ഇത്തരത്തിലുള്ള റീസൺ ഉണ്ട്. എന്നിരുന്നാലും ഞാൻ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഒരു നോൺസെൻസ് ആയിട്ടുള്ള ഒരു ഭക്ഷണമല്ല എന്ന് മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ഈറ്റിംഗ് എ കംപ്ലീറ്റ് മീൽ പ്രെറ്റി മച്ച്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് ന്യൂട്രിയൻസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതൊക്കെ എല്ലാ ആളുകളിലും ഉണ്ടാവും. കമ്പാരിറ്റീവ്ലി അക്കോർഡിംഗ് ടു ദ സയൻസ് അനുസരിച്ചിട്ട് തന്നെ ഞാൻ എനിക്ക് വേണ്ട പ്രോട്ടീനും എനിക്ക് വേണ്ട കുറച്ച് കാർബ്സും പിന്നെ കുറച്ച് വൈറ്റമിൻസും ഇതെല്ലാം തന്നെ എനിക്ക് എൻ്റെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോ. ഇനി അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫൈബർ, ഇപ്പോൾ ഇതിൽ വെജിറ്റബിളിലുള്ള ഫൈബർ, അതിലാണല്ലോ നമ്മൾ ആക്ച്വലി ഫൈബർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല വെച്ചെങ്കിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താ. അപ്പോൾ ഈ വീഡിയോ വലുതായതുകൊണ്ടാണ് ഞാനിവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ഫൈബർ ശരിക്കും ഒരാൾക്ക് ആവശ്യമുണ്ടോ, ഇതിന് മാത്രം ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു സാധനമാണോ ഫൈബർ എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത തവണ കാണാം. അതുവരയ്ക്കും ബൈ ഫോർ നോ, ബൈ ബൈ. എന്നിട്ട് നോക്കിയത് നിങ്ങൾ എൻ്റെ ശരീരം, എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ ശരീരം നോക്കി ഞങ്ങൾ ഫൈബറും പായസമൊക്കെ കുടിച്ചിട്ട് പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് ഇപ്പം എന്തെങ്കിലും കുഴപ്പമില്ല. ഞാൻ വയറിപ്പോൾ ചട്ടിച്ച് പിടിച്ചിരിക്കുക. എൻ്റെ കപ്പക്കിഴങ്ങ് മുകളിൽ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. എന്നാലും നോക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് നന്നായിട്ട് പണ്ട് 10-16 മണിക്കൂർ 17 മണിക്കൂർ പാപ്പൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഹണ്ടിങ്ങിന് പോകും. പറഞ്ഞിട്ടാ പോണ്. 40 വയസ്സായി എനിക്ക്. ഡൂയിങ് ഗുഡ്. അപ്പോൾ ഞാനിത് എടുത്താൽ പോരെ? എനിക്കതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അനക്ഡോട്ടൽ എവിഡൻസ് പ്രകാരം ഐ എം ഫീലിംഗ് സോ ഗുഡ്, ഹെൽത്തി, മൂവിങ് ഫാസ്റ്റ്. അതെടുത്താൽ പോരെ? ഞാൻ വേറെ എന്താ എടുക്കണ്ട്? ടീഷർട്ട് വെറുതെ പിള്ളേർ കണ്ടിട്ട് ഇനി എൻ്റെ കുയിൽ ബോഡി കാണിച്ചു തരാൻ പറയും. എൻ്റെ ടീഷർട്ട് ഇവിടെ കാണാൻ ചേട്ടാ. എവിടെ ഇരിപ്പുണ്ട്? ഓക്കെ, വെരി നൈസ് ബൈസെപ്സ്, നൈസ് ഫിറ്റ് ബോഡി മാൻ, നോക്ക് അല്ലേ? പക്ഷേ എൻ്റെ 6 abs പോയി. കൊള്ളുവാ 6 abs കാണിക്കും.